ഫ്ലാഷ് ബാക്ക്. ഈ അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കോ, നമുക്ക് ഇനി ഒന്ന് കാണാം. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടിയായിരിക്കണം. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ആ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം തമ്പുരാനൊന്ന് മൊഴിഞ്ഞാൽ മതി. ഓക്കെ, ഒന്ന് പറഞ്ഞു കൊടുക്കണോ വാ തുറന്നു. പണ്ട് ഭയങ്കര സംഭവമായിരുന്നു. ശരി തന്നെയാണ്. ഇയാളെല്ലാം ഫീൽഡ് ഔട്ട് ആകുമ്പോഴേക്ക് ഈ തൊപ്പിന്റെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടി ഉണ്ട്. എന്റെ പഴയ അഖിൽമാരാർ യു ആർ എ ലയർ, യു ആർ എ ലയർ. ഓക്കെ, അത് അത്രേ ഉള്ളൂ, ലയർ. അത് എനിക്ക് ഇന്ന് മനസ്സിലായ കാര്യം. ഇവനാള് കൊള്ളാലോ. പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ, മുതലാളി മറന്നുപോയതാ. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ പി ആർ ടീമിൽ ഒരാളെ പേര് പറയൂ. എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ഞാനെന്താ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, എനിക്ക് ഭ്രാന്തോ. ആവശ്യമില്ലാത്ത കാര്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. നീ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വാങ്ങിയെന്ന് പറഞ്ഞത്? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. എനിക്ക് പനി 2. പനിയായിട്ട് നീ വീഡിയോ ഇട്ടല്ലോ. അനുമോൾക്കുള്ള PR നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ. പനി പാലും വെള്ളത്തിലാണല്ലോ കിട്ടിയത് ദൈവമേ. എന്നാ ഞാൻ പറയുന്നു, അനുമോളുടെ കൂടെ ഉള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽമാരാർ പൈസ വാങ്ങിയിട്ടുണ്ട്. ഞാനൊക്കെ അങ്ങനെ പറയാമോ? മാനോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ അപവാദം പറഞ്ഞു പഠിച്ചല്ലോ. ഈ അഖിൽമാരാർ സപ്പോർട്ട് ചെയ്യുന്ന അനുമോള് ജയിക്കോ, തൊപ്പി സപ്പോർട്ട് ചെയ്യുന്ന അനീഷ് ജയിക്കോ, നമുക്ക് ഇനി ഒന്ന് കാണാം. ഫ്ലാഷ് ബാക്ക്. തോറ്റുപോയി, എവിടെയോ പിഴച്ചു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. അപ്പൊ ഇനി 2 ദിവസം എയറിലേക്ക് പോവാ. അഖിൽമാരെല്ലാം കളിയാക്കൂടാ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. മാനം പോയി, മാനം പോയി. നാട് വിട്ടാലോ? നാട്ടില് നിക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് അനുമോൾ. കൺഗ്രാറ്റ്സ് ഫോർ വിന്നിംഗ് ബിഗ് ബോസ് സീസൺ 7. സന്തോഷായി, നല്ല സന്തോഷായി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. ബ്രോ കരച്ചിൽ വരുന്നു. കരച്ചിൽ വരുന്നത് കരയും. നിനക്ക് കരയെങ്ങനെ ചെയ്യാം? ഞാൻ ലൈവിന്റെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കണം, വേറെ വഴിയില്ല. സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നാട് വിട്ടാലോ ഞാൻ ആലോചിക്കുന്നത്. 2 ദിവസത്തേക്ക് വല്ല വേണമെങ്കിൽ ഇന്റർനാഷണൽ പോയാലോ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.